പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 82ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യുന്ന നമ്മുടെ ദൈവസൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ സുനിലാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസന്റെ സ്വദേശം കോന്നി വട്ടമൺ എന്ന സ്ഥലത്താണ്. അവിടെയുള്ള ശാലോം മിഷൻ ചർച്ച എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ വിലപ്പെട്ട മക്കൾ ബ്രദർ ഡെന്നീസ്, സിസ്റ്റർ സിജി, പ്രിയപ്പെട്ടവർ, പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവ് നന്നായി ഉചിതമായി അധികം ശക്തിയോടെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നാളിവിടെ നിളകളിൽ ഈ ശുശ്രൂഷ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ല ഭൂമിയുടെ അറ്റങ്ങളോളം എത്തപ്പെട്ട് അനേകർക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലുമായി പരിണമിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിന്റെ പൂർണ്ണത യേശു കർത്താവിലാണല്ലോ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഈ സന്ധ്യയിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ മുഖാന്തരമായി തീർന്നത് വാത്സല്യ സഹോദരി ബിനിത സിസ്റ്ററാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും പ്രിയ ദേവദാസിയുടെ ഭവനത്തിൽ കടന്നു ചെല്ലുവാനും അവിടെ വലിയൊരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാനും ദൈവം ഇടയാക്കി. അതിന്റെ സാക്ഷ്യമായിട്ടാണ് കർത്താവിന്റെ ദാസി ഇന്ന് സൗദിയിലായിരിക്കുന്നത്. ആ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞങ്ങൾ ആ ആത്മബന്ധം നിലനിർത്തുവാനും ഇങ്ങനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ദൈവമക്കളെ ശുശ്രൂഷിപ്പാനും അവസരം ലഭിച്ചത്. വേഗത്തിൽ നമുക്കൊരു വേദവചനത്തിലേക്ക് പ്രവേശിപ്പാൻ യേശുവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദവചനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 8ാമത്തെ അധ്യായം അതിന്റെ 22ാമത്തെ വാക്യം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. സവിസ്തരമായിട്ട് വായിക്കേണ്ട ഒരു വേദവചനമാണ്. എന്നാൽ സമയത്തിന്റെ പരിമിതി ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ വേദവചനം ദൈവം തരുന്ന ആലോചനകൾ ദൈവമക്കളുമായിട്ട് പങ്കിടുവാനാണ് ഞാൻ യേശുവിൽ താല്പര്യപ്പെടുന്നത്. വൈദ്യനായ ലൂക്കോസ് യേശുവുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് പരിചയമില്ല. എന്നാൽ പൗലോസ് ശ്ലീഹയുടെ ശുശ്രൂഷ വേളകളിൽ, മിഷണറി യാത്രകളിൽ, ഋതുത 2-3 മിഷണറി യാത്രകളിൽ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച് റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ് മനോഹരമായ ഈ സുവിശേഷം എഴുതുവാൻ ഇടയായ. കർത്താവുമായിട്ട് ഡയറക്റ്റ് ശിഷ്യഗണങ്ങളെ പോലെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇല്ല എങ്കിലും മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായി യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം അതിനുശേഷമുള്ള ദൈവപ്രവർത്തികളെ വളരെ സവിസ്തരമായിട്ട് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് യേശു ഒരു മനുഷ്യനായി അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിലുണ്ടായ എല്ലാ വിധമായ മാനസിക, ശാരീരിക എല്ലാ സംഘർഷങ്ങളും താൻ അനുഭവിച്ചതൊക്കെ വളരെ വിശദീകരിച്ച് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുവോ അതെല്ലാം തൻ്റെ ജീവിതത്തിനകത്ത് അതേപടി ലൂക്കോസ് തിരുവെഴുത്തിൽ വളരെ വിശദീകരിച്ച് വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഈ 8ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ഇതിൽ നാം ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ വായിച്ചാൽ യേശു തമ്പുരാൻ ഇറങ്ങി വന്ന് ചെയ്യുന്ന വളരെ ശക്തമായ 4 അത്ഭുതങ്ങൾ നമുക്കിതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, പ്രകൃതിയുടെ മേൽ സ്വർഗത്തിലെ അപ്പന്റെ അധികാരം യേശു കർത്താവ് വെളിപ്പെടുത്തുന്നു.
2, യേശു കർത്താവ് ഭൂതങ്ങളുടെ മേൽ യേശുവിന് അധികാരം ഉണ്ട് എന്ന് ഈ അധ്യായത്തിൽ ആമേൻ 2-ാം ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-മതായിട്ട് മരണത്തിന്റെ മീതെ യേശുവിന്റെ ശക്തി എന്തെന്ന് ഈ അധ്യായത്തിൽ തന്നെ തമ്പുരാൻ തെളിയിക്കുന്നു. 4-മതായിട്ട് ഏത് രോഗത്തെയും, എത്ര വർഷമായ രോഗത്തെയും തൻ്റെ അടിപ്പിണരുകളിൽ സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുമെന്നും ആധികാരികമായിട്ട് ഈ ലേഖനത്തിൽ ഈ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് തെളിയിക്കുന്നു. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂത് പങ്കിടുവാൻ ഞാൻ യേശുവിൽ ആഗ്രഹിക്കുന്നു. കാലഘട്ടങ്ങൾ കൊണ്ട് മാറി മാറി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ചില വിഷയങ്ങളെ ഈ പ്രയർ ഗ്രൂപ്പിന്റെ പ്രയർ വഴി, അതല്ല ചില ദൈവ മക്കളുടെ പ്രാർത്ഥനയുടെ അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് ഈ സന്ധ്യയിലും ചെയ്തെടുക്കുവാൻ താല്പര്യപ്പെടുന്നത് പ്രാരംഭമായിട്ട് ദൈവാത്മാവനെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഞാനൊരു ദൈവദൂത് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച മനോഹരമായ വാക്യം, സ്തോത്രം, യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്ത് പട്ടണങ്ങൾ തോറും നടന്ന് ദൈവ രാജ്യത്തെ കുറിച്ച് ഘോരമായി ധീരമായിട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഒക്കെ ശുശ്രൂഷിച്ച് വരുന്ന ഒരു പരസ്യ പ്രചരണത്തിന് ഒടുവിൽ എന്നതുപോലെ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ യേശു അടുത്തു വിളിച്ചിട്ട് പറയുന്നു, വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും തങ്ങളെ തന്നെ മറ്റാരോടും പങ്കുവെക്കുവാൻ പറയാൻ കഴിയാതെ തങ്ങളെ തന്നെ തർപ്പണം ചെയ്യുന്ന ചില അവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് കർത്താവേ എനിക്ക് ഇങ്ങനെ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഗതി? ദൈവത്തിന്റെ അഭിഷിക്തനെ നിങ്ങളെ തകർക്കുവാനല്ല, ഉടയ്ക്കുവാനല്ല, മറ്റുള്ളവർ മുമ്പിൽ പരിഹാസിക്കുവാനല്ല ദൈവം വിളിച്ചത്. വരിക എന്ന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, 2, പരിശുദ്ധാത്മാവ് പിന്നെയും പറയുന്നു, പേര് ചൊല്ലി. ഹലോ, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആരുടെ നിർബന്ധ പ്രകാരമല്ല ഇറങ്ങിയത്. ദൈവാത്മാവ് ഒരു പ്രേരണ, പരിശുദ്ധാത്മാവ് ആരിലോ എന്തിലോ എങ്ങനെയോ ഒരു ആത്മപ്രേരണ അകത്ത് തന്ന് അകത്തുള്ള ആത്മീയ മനുഷ്യനെ ആത്മശക്തി കൊണ്ടൊന്ന് ഒരു ചെറിയ പ്രഹരമേൽപ്പിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദൈവവേലയ്ക്ക് സകലതും വിട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അഭിഷിക്തന്മാരോട് പ്രാരംഭമായി സംസാരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓർക്കുക, തമ്പുരാൻ വിളിച്ചിട്ട്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യും. ഓക്കെ, അവിടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് വരുവാൻ ഞാൻ യേശുവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ എത്രത്തോളം ഈ വചനം അതിന്റെ പൂർണ്ണതകളിൽ എത്തിച്ച് ആമേൻ പറയുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. അപ്പോൾ നല്ല ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് പരസ്യയോഗമൊക്കെ നടത്തി പട്ടണങ്ങളിൽ പ്രസംഗിച്ചതിന് ശേഷം തന്റെ ശിഷ്യഗണങ്ങളെ കർത്താവ് വിളിക്കുക, വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. നമ്മുടെ ചിന്താഗതികൾ സ്തോത്രം, നമ്മുടെ ശ്രദ്ധ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്, അല്ലെ? ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ്, യോഗങ്ങളൊക്കെ കഴിഞ്ഞ്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സന്തോഷത്തിന്റെ അനുഭൂതി. അപ്പം നുറുക്കി കൊടുക്കേണ്ടവർക്ക് അപ്പം നുറുക്കി കൊടുത്തു, സമാശ്വസിപ്പിക്കേണ്ടവർക്ക് സമാശ്വാസം നൽകി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ട് തമ്പുരാൻ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, വരിക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം സ്തോത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പിക്നിക് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് ഉദ്ദേശിക്കാം. നമ്മുടെ ചിന്തയിൽ അല്ലെ, ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരല്പം സന്തോഷമൊക്കെ പങ്കിട്ടിട്ട് ഒന്നിച്ച് വാ, നമുക്ക് പോകാം. വിദേശത്തുള്ളവർക്ക് അങ്ങനെയാണല്ലോ കൂട്ടായ്മകൾ വരുന്നത്. യോഗമൊക്കെ കഴിഞ്ഞ് ഒരു വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു യോഗത്തിൽ ഒന്നിച്ച് പോകുക. അവിടെ പോകുമ്പോൾ നമ്മളുടെ അനുഭവം പങ്കിട്ടാൽ മതി. നമ്മൾ ആത്മീയ കൂട്ടായ്മയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനകത്ത് അറിയാത്ത ആത്മീയ ഗീതങ്ങൾ,
അല്ലെ? ദൈവിക സ്തുതി, ദൈവത്തിനെ കുറിച്ചുള്ള സ്തോത്രങ്ങൾ, തിരുവെഴുത്തുകളെ, വചനങ്ങളൊക്കെ നമ്മൾ അറിയാതെ ഉരുവിടുക, ഒരു പ്രത്യേക ആത്മീയ സന്തോഷത്തിന്റെ അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒരു അവസരത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പങ്കിടുക. പത്തനംതിട്ടയിൽ കോന്നി എന്ന് പറയുന്നത് നല്ലൊരു ദേശമാണ്. ഇവിടെ ആനക്കോടുണ്ട്, ഈ ഈ കുട്ടവഞ്ചി സവാരിയൊക്കെ ഉള്ള ഏരിയയാണ്. ധാരാളം ഈ വന സമ്പത്തുകൾ ഇവിടെ ആനക്കൂട്ടിലൊക്കെ കിട്ടും. എല്ലാ ദിവസങ്ങളിലും അത് മിക്കവാറും ഓപ്പൺ ആണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രീസിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ എന്റെ നമ്പർ നമ്മുടെ സിജി സിസ്റ്ററിനോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ വരുമ്പം ഈ നാട്ടിലോട്ട് വരണം. ഞാൻ ഈ ദേശം എല്ലാം കൊണ്ട് കാണിക്കുക. ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. ഓക്കെ, പറഞ്ഞു വന്നൊരു കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷകരമായ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് വളരെ ഹൃദയങ്ങളിൽ ഒരു സന്തോഷത്തിന്റെ നിറവ് വെളിപ്പെട്ടുകൊണ്ട് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് പോലെ ശിഷ്യന്മാരെ വിളിച്ച് പടകിൽ കയറ്റിയിട്ട് സ്തോത്രം, ലൂക്കോസിനെ അവിടെ ഒന്ന് ശ്രദ്ധിക്കണമേ. യേശു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ താൻ ക്ഷീണിതനാണെന്ന് വരച്ചു കാണിക്കേണ്ടതിന് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അമരത്ത് തല വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇന്നു രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട മക്കളെ, നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, അവൻ ഉറങ്ങുകയില്ല. ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങിക്കൊണ്ട് ഇരിക്കുന്ന അവസരം. സ്തോത്രം. യേശു ഉറങ്ങുവാൻ പടകിലേക്ക് കയറി. നമ്മൾ ആ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നു. ആ സമയത്തായിരിക്കാം സ്തോത്രം യോഹന്നാൻ പറയുന്നത്, ഒരു കാര്യം ചെയ്, പടകിന്റെ ഒരു പങ്കായം ഇങ്ങി അന്നാട്ട് ഞാൻ തുഴയാം. പത്രോസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ മറുപങ്കായം എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ തുഴയാം. അവർ വളരെ സന്തോഷഭരിതമായിട്ട് ആ പടക് ഇങ്ങനെ വളരെ ഉല്ലാസത്തോടെ ആത്മീയ ഗീതങ്ങൾ പാടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ആത്മീയ അനുഭവത്തിൽ, ആത്മീയ സന്തോഷത്തിൽ അവർ ഒരുമിച്ച് ഇങ്ങനെ മുമ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടലിന്റെ സ്തോത്രം മുഖമൊന്നും മാറി, കാറ്റിന്റെ സ്തോത്രം സ്വഭാവത്തിന് ഒരു വ്യതിയാനം വന്നു. കർത്താവ് വിളിച്ചു, സത്യമാണ്. തമ്പുരാന്റെ വചനം കേട്ട് ഇറങ്ങി, സത്യമാണ്. ആത്മീയ ലോകത്തിനകത്താണ്, സത്യമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നിച്ചാണ് പോകുന്നത്, സത്യമാണ്. എന്നാൽ ഇന്നു രാത്രിയിലും ആത്മലോകത്തിന് അകത്ത് നിൽക്കുമ്പോൾ നമ്മെ അകാരണമായി ഭയപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ തച്ചുടയ്ക്കുന്ന, തകർക്കുന്ന നിലവാരത്തിൽ വീശിയടിക്കുന്ന കാറ്റും കോളുകളും ഈ രാത്രിയിൽ ഒന്നിച്ചുയർന്നാലും ശരി, നമ്മുടെ ആത്മീയതയെ ചോദ്യം ചെയ്തു മാറ്. ഇവനൊരു ദൈവ പൈതലാണോ? ഇവളൊരു ദൈവ പൈതലാണോ? ഇവന് മാത്രമെന്താ? ഇവൾക്ക് മാത്രമെന്താ? ഇങ്ങനെ ഒരു ദുർഗതി എന്ന് പറയത്തക്ക രീതിയിൽ ഇരുട്ടിന്റെ ശക്തികൾ ഒന്നിച്ച് ഭണമുയർത്തി ആരാധിക്കുന്ന ദൈവ പൈതലെ, ആരാധിക്കുന്ന ദൈവദാസനെ, ആത്മീയതയിൽ കാൽച്ചുവടുകൾ വെച്ച ദൈവ പൈതലെ, നിന്നെ തകർക്കുവാൻ എത്ര ശക്തമായ കാറ്റും കോളും ഇരച്ചിളകിയാലും ശരി, സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ പടകിനകത്ത് ഉണ്ടെങ്കിൽ, യേശു നിന്റെ ജീവിത നൗകയിൽ ഉണ്ടെങ്കിൽ, യേശു ഹല്ലേലൂയ നീ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾക്കകത്ത് ഉണ്ടെങ്കിൽ, നിന്നെ തകർത്ത് കളയുവാൻ ഒരു ദുഷ്ട ആത്മാവിനും സ്വർഗം അവസരം കൊടുക്കുകയില്ല. ദരജഗദല ശാന്തനാദര വൈഡൽ പ്രവചനാദര ഘടകസി. തൊഴിൽ മേഖലകൾക്കകത്തു നിന്ന് ഹല്ലേലൂയ അറിയാത്ത കാര്യങ്ങൾ പ്രവചരിച്ച്, അറിയാത്ത കാര്യങ്ങൾ ഉന്നയിച്ച്, ഇതിനകത്ത് ആരെയൊക്കെ കുറ്റപ്പെടുത്തുവാൻ, താഴ്ത്തിക്കെട്ടുവാൻ ചില ശത്രുവിന്റെ തന്ത്രങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ആത്മാവിൽ ഞാൻ അറിയുന്നു. ഈ രാത്രിയിലെ ഈ പ്രാർത്ഥന ഫെലോഷിപ്പിന്റെ അധികാരത്തിൽ, ഇവിടെ കൂടിയ ദൈവമക്കളുടെ അധികാരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ ഇരുളിന്റെ പ്രതലത്തെ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ വളരെ സന്തോഷത്തോടെ ആത്മീയ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ചുഴലിക്കാറ്റെന്ന ഹല്ലേലൂയ. അതുവരെ കുഴപ്പമില്ലായിരുന്നു. ആത്മീയതയിൽ ഒരു അല്പം മുമ്പോട്ട് പോകും, ശുശ്രൂഷയുടെ അല്പം
ജ്വലിക്കാൻ തുടങ്ങുമ്പോഴാ ആമൻ ആമൻ ഇരുട്ടിന്റെ പ്രതലത്തിൽ നിന്നും വീശിയടിക്കുന്ന കൊടുങ്കാറ്റ്. അല്ലേലിയ ദൈവവചനത്തിൽ നമ്മൾ വായിച്ചത് തുടങ്ങിയത് ഇങ്ങനെയാ: യേശു അമരത്ത് തലയിണ വെച്ച് സ്തോത്രം, അവൻ ഉറങ്ങുകയായിരുന്നു എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 41 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസ്ലീഗയൊക്കെ അതെ സ്തോത്രം കടലിൽ കൂടെ യാത്ര ചെയ്ത സമയത്ത് കപ്പൽ ഉറയ്ക്കുകയും തിരയുടെ കേമം വന്ന് തിരയുടെ ശക്തി വന്ന് അവൻ അടിച്ചത് അമരത്താണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ആമൻ, നിന്റെ ജീവിത നൗകയുടെ അമരത്ത് കർത്താവ് ഉണ്ട്. സ്തോത്രം. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളാകപ്പാടെ പരിഭ്രമിച്ചു പോകും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സ്തോത്ര വാത്സല്യ സഹോദരങ്ങളൊക്കെ ആമേൻ എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ആൺകുഞ്ഞ കേട്ടോ. ഹല്ലേലൂയ. ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു തലമുറയാ. പെട്ടെന്ന് ശുശ്രൂഷയോട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാ. ആലയത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ച് ഒന്ന് സ്റ്റാൻഡായി വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി നടന്ന കുഞ്ഞിന് പെട്ടെന്ന് സ്തോത്രം ഒരു അസ്വസ്ഥത. കുഞ്ഞിന്റെ അടിവയറിന് താഴ്ഭാഗത്ത് ഒരു തടിപ്പ് പോലെ വന്നിട്ട് അത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് സ്തോത്രം ഒരു രോഗത്തിന്, ഹിരണ്യ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. പെട്ടെന്ന് എമർജൻസി സർജറി വേണം. ഹല്ലേലൂയ. ശിഷ്യന്മാരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാനൊക്കെ ഞങ്ങൾ മിടുക്കന്മാരാ, ദേവദാസന്മാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങള്. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ചോദിച്ചു പോയി, കർത്താവിന് ഉറങ്ങുവാണോ? ഇത്രയൊക്കെ ദൈവമേ ഞങ്ങൾ നടന്നിട്ടും, ഇത്രയൊക്കെ കഷ്ടത സഹിച്ചും വേദന സഹിച്ചും ദൈവമക്കളെ ശുശ്രൂഷിച്ചിട്ടും, രാത്രിയെന്നോ പകലോ എന്നില്ലാതെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ തർപ്പണം ചെയ്തിട്ടും, തമ്പുരാനെ നീ ഞങ്ങളെ മറന്നതാണോ? അവനെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. എനിക്ക് തോന്നിയതാണ്, ലൂക്കോസിന് തോന്നിയതാണെന്നേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല കേട്ടോ. അവൻ ഉറങ്ങുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. സ്തോത്രം. തമ്പുരാൻ പടകിലുള്ള ദൈവ പൈതലേ, തമ്പുരാന് തൊടാതെ നിന്നെയോ നിന്റെ നന്മകളുടെ മേൽ കൈവെക്കാനോ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന സ്വർഗം പറയുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ തന്റെ ഭക്തരെ സൂക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സർജറിയുടെ ഡേറ്റ് തീരുമാനിച്ച് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോയി. സ്തോത്രം. എന്തോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആത്മപ്രേരണ കിട്ടി, അതിന് തലേന്ന് പോയി ഒന്ന് സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങള് പത്തനംതിട്ടയിലെ പ്രശസ്തമായ ഒരു സ്കാനിങ് സെന്ററിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ആ ഡോക്ടറിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. എന്നാലും പിറ്റേ ദിവസം അതിനുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമല്ലോ, പീഡിയാട്രിക് സർജനെ കാണാൻ വിചാരിച്ച് പിറ്റേ ദിവസം പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ, ഒന്നും സ്കാൻ ചെയ്യണം. സ്തോത്രം. അന്ന് സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ ഒരു സംഭവം കുഞ്ഞിന്റെ മേലില്ല. നമ്മുടെ ദൈവം എത്ര വിശ്വസന. ഹല്ലേലൂയ. വരിക നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ സ്വർഗം നമ്മളെ വിളിച്ചത്, ഏത് ദൗത്യം പൂർത്തീകരിക്കാനാണോ ദൈവം നമ്മെ വിളിച്ചത്, ആ പറഞ്ഞ ഇടത്ത്, ആ പറഞ്ഞ സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ എത്തിച്ചിരിക്കും നിശ്ചയമായും. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് അമരത്ത് ഉറങ്ങുമ്പോൾ തിര വന്നടിക്കണമെങ്കിൽ ആദ്യം കർത്താവിന്റെ മീതെ അടിക്കത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ നായകന്റെ പ്രത്യേകത അതെ, നമ്മുടെ നേതാവിന്റെ പ്രത്യേകത ഏതാ? നായകൻ അവൻ നമുക്ക് മുൻപിലാ. ഹല്ലേലൂയ. എല്ലാ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പിൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ നേതാവ് നമ്മുടെ മുൻപിലാ. നമുക്കെതിരെ വരുന്ന ദുർഘടങ്ങളെ സകലതിനെയും തകർക്കുവാൻ, നമ്മുടെ വലങ്കരം പിടിച്ച് നമ്മളോട് പറഞ്ഞ പോയിന്റിൽ, നമ്മളോട് പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു മീറ്റിങ്ങിനോടനുബന്ധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, USA സംബന്ധമായിട്ട് ഒരു സഹോദരിയുടെ വിഷയത്തിനകത്ത് USA, പ്രത്യേകിച്ച് ഫിലാഡൽഫിയ ആ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില ക്രമീകരണങ്ങൾ പരിശുദ്ധാത്മാവ് അതിന്റെ ചില വർക്കുകൾ ക്രമീകരിക്കുന്നതായിട്ട് ദൈവാത്മാവ് എന്നോടൊന്ന് ഓൺലൈൻ പ്രയറിലൊന്ന് പങ്കുവെക്കണമെന്ന് പറയുവാനിടയായി. കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. സ്തോത്രം. നമുക്ക് ഈ കാറ്റും കോളും
ശക്തമായിട്ട് തന്റെ ഭക്തരുടെ, തന്റെ ശിഷ്യഗണങ്ങളുടെ നേരെ അടിക്കുകയാ. സ്തോത്രം. ഇവര് പ്രാണഭയത്തിലായെന്ന് പറഞ്ഞു. കാരണം കഴിവ് ഉപയോഗിച്ച് നോക്കി. പത്രോസൊന്നും മോശക്കാരനൊന്നും അല്ല. അല്ലെങ്കിൽ ഗലീല കടലിനെ കുറിച്ച് നല്ല അറിവ്, അതിന്റെ ഒഴുക്ക്, അതിന്റെ കാറ്റിന്റെ ഗതിവിധാനങ്ങൾ, സ്തോത്രം, തിരമാലകളുടെ അളവ്, അതിന്റെ തൂക്കം. കാരണം ജനിച്ചു വീടത്തെ അതിനകത്ത് തന്റെ എല്ലാ വശങ്ങളും അറിയാവുന്നവനാ. ഈ പടകിനെ സ്വന്തമായിട്ടൊന്ന് തന്റെ വരുതുകളിൽ തങ്ങളുടെ കഴിവിനനുസരിച്ചൊന്ന് കൊണ്ടുപോകാമെന്നൊരു ചിന്ത അകത്ത് വന്നു. ആ ചിന്ത ഉപയോഗിച്ച് അവരൊന്ന് ശ്രമിച്ചു നോക്കി. അവരുടെ ശ്രമം വിഫലമായപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ കഴിവുകൾ അസ്തമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വന്ന ഇരുളിന്റെ ശക്തി ഞങ്ങളെ തീർത്ത് കളയുവാനിടയാകും. ദൈവമകനാണെങ്കിലും ദൈവമകളാണെങ്കിലും പ്രതികൂലത്തിന്റെ ശക്തികൾ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാകുമ്പോൾ നാമും അകതാരിൽ ഭയപ്പെട്ടു പോകും. ഇവിടം കൊണ്ട് നാം തീർന്നു പോകുമോ? ഒരിക്കലും ഇല്ല. സ്തോത്രം. ശിഷ്യന്മാർ പ്രാണഭയത്തിലായി സ്വർഗത്തിലെ അപ്പനോട് നിലവിളിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ വായിക്കുന്നത്, പ്രാണഭയത്തിലായിട്ട് യേശുവിന്റെ അടുക്കൽ ചെന്നു, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തുവാനിടയായി. സുഖകരമായി ഉറങ്ങേണ്ട ഈ രാത്രിയിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തമ്പുരാനെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല, നമ്മുടെ ഉള്ളിലെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഉറക്കമുളച്ച് ഈ രാത്രിയിലും അല്ല, തൊഴിലിനോട് പോകുമ്പോൾ, തൊഴിൽ മേഖലയിലായിരിക്കുമ്പോഴും തമ്പുരാനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്ന ഒരു മനോഹര ശുദിനമാണ് ഈ രാത്രി എന്നുള്ളത് പ്രത്യുത ഞാൻ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രസാദ് ജി, സ്തോത്ര, പ്രിയ വാത്സല്യ സഹോദരനോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ആലോചന പങ്കിടുന്നു. ചില വർഷങ്ങൾ കൊണ്ട് മനസ്സിന്റെ സ്വപ്നം, ഉള്ളിന്റെ ഉള്ളിൽ ചില്ലുകൊട്ടാരം പോലെ പടുത്തുയർത്തിയ ചില സ്വപ്നങ്ങൾ, ചില സാമ്പത്തിക വിഷയങ്ങൾ, അത് ഭവനപരമായിട്ടുള്ള വിഷയങ്ങളോടനുബന്ധിച്ച് ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിൽ വെച്ച് സ്തോത്ര, എന്ത് വില കൊടുത്തും ഈ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് അകതാരിൽ ചിന്തിച്ചിട്ടും അതിന്റെ പൂർണ്ണതകൾ കാണുവാൻ കഴിയാതെ ഉള്ളിന്റെ ഉരുകി ചില സ്തോത്ര പ്രാർത്ഥന വിഷയങ്ങൾക്കകത്ത് രഹസ്യമായി തമ്പുരാനോട് പ്രാർത്ഥനാപൂർവം പങ്കുവെച്ച ചില വിഷയങ്ങൾക്ക് പരിശുദ്ധ ആത്മാവ് സ്തോത്രം ഈ വർഷം മാർച്ച് മാസത്തിന്റെ ഉള്ളിൽ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ഒരു കൂട്ടം താക്കോൽ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഒരു ദൈവ ആലോചന പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണതയോടെ ചെയ്തെടുക്കുവാനായിട്ട് ഇടയാകട്ടെ. സ്തോത്രം. നോക്കുക, ശിഷ്യഗണങ്ങൾ പ്രാണഭയത്തിലായി യേശുവിനോട് നിലവിളിക്കുക, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലല്ലോ. നശിക്കാനല്ലല്ലോ തമ്പുരാൻ വിളിച്ചിറക്കിയത്, നശിക്കാനല്ലല്ലോ വരാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എവിടെ നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഏത് വാഗ്ദത്തങ്ങൾ നിന്റെ കരങ്ങൾ കൊണ്ട് നീ പ്രാപിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് നിന്റെ കരങ്ങളിൽ നൽകി തന്ന് നിന്നെ അനുഗ്രഹിച്ച് തക്ക സമയത്ത് നിന്നെ ഉയർത്തി എല്ലാ മാന്യതകൾ നിന്റെ ജീവിതത്തിനൊക്കെ നൽകി തന്ന് നിന്നെ മാനിപ്പാൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് ഈ തിരുവെഴുത്തിൻ പ്രകാരം ഞാൻ ഉറപ്പ് നൽകുകയാണ്. പെട്ടെന്ന് യേശു എഴുന്നേറ്റു. ഹല്ലേലൂയ. വീശിയടിക്കുന്ന കാറ്റിനെയും കടലിന്റെ തിരമാലയും ഒരു വാക്കിനാൽ സ്വർഗം നിശ്ചലമാക്കി. ഈ രാത്രിയിൽ പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവമക്കളെ വിരോധാഭാസമായി പൊങ്ങുമെന്നും ഉയരത്തില്ലെന്നും ഒക്കെ വാദിച്ച ചില വാദഗതികൾ ഉണ്ടല്ലോ. ഈ 2025 ഹല്ലേലൂയ തുടക്ക മാസത്തിൽ തന്നെ അതിനെയൊക്കെയും അത് എവിടെ നിൽക്കണമോ, എവിടെ അത് സ്തോത്രം നിർവീര്യമാകണമോ അവിടെ ദൈവത്തിന്റെ കരങ്ങൾ ഇന്ന് സന്ധ്യയിൽ തന്റെ മക്കൾക്ക് അനുകൂലമായി ചലിക്കുവാനായിട്ട് ഇടയാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് തമ്പുരാന്റെ വാക്കിൽ കാറ്റും കോളും ശാന്തമായി. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഈ ആത്മീയ കൂടിവരവിൽ പ്രയറിൽ പങ്കെടുക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ നന്മകളെ, അനുഗ്രഹങ്ങളെ ഒക്കെ ചോർത്തിക്കളയുവാൻ വെല്ലുവിളിക്കുന്ന പലതിനെയും പരിശുദ്ധാത്മാവ് തന്റെ മക്കളുടെ പ്രാർത്ഥനയുടെ വരുതിയിൽ, കൈപ്പിടിയിൽ ഒതുക്കി തരുന്ന വർഷമാണിതെന്നും പരിശുദ്ധാത്മാവ് ഉറപ്പു തരുന്നു. സ്തോത്രം ചെയ്യുന്നു.
ആ കാറ്റിനെയും കോളിനെയും ഒക്കെ സ്വർഗത്തിൽ ദൈവം ശാന്തമാക്കി. അതിനുശേഷം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസവും നിങ്ങളുടെ ആ സ്തോത്രം ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ കുറച്ച് വഴക്കുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളോട് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓക്കെ, സ്തോത്രം. അടുത്ത ഭാഗം 26-ാമത്തെ വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം, പ്രകൃതിയുടെ മേൽ തന്റെ അധികാരത്തെ സ്വർഗം വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. 2 അധ്യായം തന്നെ 8:26 നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന്യ ദേശത്ത് അണഞ്ഞു. ഹല്ലേലൂയ. ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന്യ ദേശത്ത്. നമ്മുടെ ഭൂപടം പരിശോധിച്ചാല് ഈ നമ്മുടെ ഗലീല കടലിൽ നിന്നും ഏകദേശം സുമാർ ഒരു 6 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഗദര ദേശം സ്ഥിതി ചെയ്യുന്നത്. രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും വേണ്ടി യോശുവയുടെ നേതൃത്വത്തിൽ യെരിഹോ മതിലിനെ തകർത്ത് സ്തോത്രം തന്റെ ഭക്തർക്ക് വേണ്ടി പകുത്തു കൊടുത്ത ദേശത്തിന്റെ ഒരു പങ്കാണത്, അല്ലെ? സ്തോത്രം. ഒന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നു, അഭിഷേകമുള്ളവൻ ദേശത്ത് കാൽവെക്കാൻ അനുവദിക്കാതെ ഉയർന്നു നിന്ന യെരിഹോ മതിൽ. പഴയ നിയമത്തിലെ ഉയർന്നു നിന്ന യെരിഹോ മതിൽ, അതിലേക്ക് പ്രവേശന അനുമതിയെ തടുത്ത് നിർത്തിക്കൊണ്ട് വൻമല പോലെ ഉയർന്നുന്ന വൻമതിൽ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവൻ കാല് ചവിട്ടി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം ഒന്ന് ചാർപ്പെട്ടു. അപ്പൊ ഈ കൂടിയവരെ വെറുതെ അല്ലേ? സ്തോത്രം. ഈ കൂട്ടായ്മ വെറുതെ അല്ലേ? സിസ്റ്ററിനെ വെറുതെ അല്ലേ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്? ഡെന്നിസ് ബ്രദറിനെ വെറുതെ അല്ലേ? ഇതിൽ കൂടി വന്ന ദൈവമക്കളെ വെറുതെ അല്ല നിർത്തിയത്. ഒന്നിച്ച് സ്തോത്രം ഇപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അതിന് മുമ്പ് ആരാധന ഉണ്ടായിരുന്നല്ലോ, ഇതിന് ശേഷവും ഒരു ആത്മീയ സ്തോത്രം ആരാധനയുടെ അനുഭവം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ആരാധിച്ചപ്പോൾ അഭിഷേകമുള്ളവന് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അവകാശമായി കിട്ടേണ്ടതിനെ തടുത്തു നിർത്തുന്നതിനെ രാത്രിയിൽ ദൂതന്മാരിറങ്ങി കൈകാര്യം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്റെ മക്കളോട് വന്നു ചേരും. യഥാവിധി അന്യായമായിട്ട് കൈകടത്തുകയല്ല, നിന്റെ പേരിൽ നിനക്ക് കിട്ടേണ്ടതിനെ തടഞ്ഞു നിർത്തുന്നതിനെ ഈ രാത്രിയിൽ ഈ വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഇതിനകത്തുള്ള അഭിഷിക്തന്മാരോട് ചേർന്ന് ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുകയാ. ലഭിക്കപ്പെടേണ്ടത് നിന്റെ കരതലങ്ങൾ കൊണ്ട് തന്നെ സ്തോത്രം ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്ര പ്രോപ്പർട്ടിപരമായ ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കൈകൾ ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. 2 ഈ ഗദരദേശം സ്തോത്രം 10 ഗദര 10 പട്ടണങ്ങൾ ഉള്ള ഒരു പ്രത്യേക ദെക്കപ്പൊലി, സോറ്, സീദോൻ തുടങ്ങിയ 10 പട്ടണങ്ങളുടെ ഒരു പ്രത്യേക പട്ടണങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ഗദര. സ്തോത്രം. 2ാം ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പൂർവ്വപിതാവായ കനാന് സ്തോത്രം മകനായ സീദോന് പകുത്തു കൊടുത്ത ദേശങ്ങളിൽ പെടുന്നതാണ് ഈ ഗദര എന്ന് പറയുന്നത്. നോക്കിക്കേ, പൂർവ്വപിതാവായ കനാൻ സ്തോത്രം നോഹയുടെ മകനായ ഹാമിന്റെ പുത്രനായ കനാൻ സ്തോത്രം പൂർവ്വപിതാവിന്റെ ശാപത്തിന്റെ ഒരു പങ്ക്, ഒരു പിന്തുടർച്ച കനാനിലൂടെ സ്തോത്രം ഈ ദേശത്തിന്റെ മേൽ ഇറങ്ങി നിൽക്കുന്നു. നോക്ക്, പൂർവികമായ ഒരു ശാപത്തിന്റെ കരം സ്തോത്രം കനാനിലൂടെ, സീദോനിലൂടെ ഈ ദേശത്ത്, ഈ ദെക്കപ്പൊലി, സോർ, സീദോൻ ഗദര ദേശത്തിന്റെ 10 പട്ടണങ്ങളിൽ അതിൽ രൂഢമൂലമായി ആരും അറിയാതെ മണ്ണിന്റെ മേൽ മറഞ്ഞു കിടക്കുന്ന ഒരു ഇരുളിന്റെ വ്യാപാരം, പൂർവ്വപിതാക്കന്മാരുടെ ചില ശാപത്തിന്റെ തുടർച്ച അവിടെ നിൽക്കുന്നു. സ്തോത്രം. യേശു എന്തുകൊണ്ട് ഗദര ദേശത്തെ കാല് ചവിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരമ്പര്യമായിക്കൊള്ളട്ടെ, പൈതൃകമായിക്കൊള്ളട്ടെ, ഏത് വിധേനയുള്ളതായിക്കൊള്ളട്ടെ, ഏത് ശാപത്തെയും എന്നേക്കും ഇല്ലാതാക്കാൻ അധികാരമുള്ള ഒരുവൻ മാത്രമേ ഈ ഭൂതലത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. ഈ രാത്രിയിൽ പാരമ്പര്യത്തിന്റെ രോഗങ്ങൾ, അയ്യോ സ്തോത്ര, ശ്വാസം മുട്ടല്, അത് പിന്തുടർന്ന് അടുത്ത ആളിലേക്ക്, പിന്തുടർന്ന് അടുത്ത ആളിലേക്ക്, ഷുഗർ ഒരാളിൽ നിന്ന് പിന്തുടർന്ന് അടുത്ത ആളിലേക്ക്, പ്രഷർ ഒരാളിൽ നിന്ന് പിന്തുടർന്ന് അടുത്ത ആളിലേക്ക് യേശുവിന്റെ നാമത്തിൽ, ജീവനുള്ള കർത്താവിന്റെ നാമധേയത്തിൽ ഇന്നു രാത്രിയിൽ ആ പാരമ്പര്യ ശക്തിയെ സ്വർഗം ഇറങ്ങി തകർക്കട്ടെ.
ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രിയിൽ തന്റെ മക്കളുടെ മേൽ അധികാരത്തോടെ വെളിപ്പെടട്ടെ കർത്താവ്. രോഗത്തിന്റെ മേൽ അധികാരമുള്ള സ്വർഗത്തിലെ ദൈവമേ, ശാപത്തിന്റെ പിന്തുടർച്ച എന്ന വണ്ണം ദൈവത്തിന്റെ മക്കൾ എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോഴും പലപ്പോഴും ശാപത്തിന്റെ പിന്തുടർച്ച പോലെ മാറി 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 വരുന്ന ചിലതിനെ ഈ രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി ഉടയ്ക്കുന്നത് കൊണ്ട് നന്ദി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർന്നില്ല. 2, ഈ പട്ടണങ്ങളുടെ പ്രത്യേകത, സ്തോത്രം, ദൈവത്തെ ആരാധിക്കേണ്ട ആഹാബ്, സ്തോത്രം, ഇസ്രായേലിനായ ആഹാബ്, സ്തോത്രം, ജാതീയ ശാപഗ്രസ്തമായ ബഹുദൈവങ്ങളെ, അശേരയെയും ബാലിനെയും ഒക്കെ ആരാധിച്ച് അതിൽ ഊറ്റം കൊള്ളുന്ന 450 400 ബാലിന്റെ 450, അശേരയുടെ 400 പ്രവാചകന്മാർ അവരുടെ കർമ്മങ്ങളും ക്രിയകളും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട് ആ ദേശത്തെ കീഴടക്കി ആവഹിച്ചു നിർത്തുമ്പോൾ അതിൽ പാർക്കുന്ന, അതിൽ അധികാരമുള്ള ഇസബേലിനെ, രാജകീയ അധികാരമുള്ളവൻ, ദൈവമായിട്ട് ബന്ധമുള്ളവൻ കൊണ്ടുവന്നു യേശുവിന്റെ നാമത്തിൽ. അല്ലേ, നോക്കണമേ, അന്ധകാര ശക്തി കുടികൊണ്ടു വാഴുന്ന ദേശം, തീയുടെയും ഉദയസൂര്യന്റെയും ഒക്കെ ദൈവമെന്ന് പറയുന്നവൻ, വിത്തിന്, സ്തോത്രം, ഫലപുഷ്ടതയ്ക്ക്, ദാരിദ്ര്യത്തിന്, രോഗത്തിനൊക്കെ കാരണമെന്ന് പറയുന്ന ദേവൻ കുടികൊള്ളുന്ന ഇടത്ത് അതിന് പിന്തുടരുന്ന 400 450 പ്രവാചകന്മാർ ഒന്നിച്ച് നിന്ന് വെല്ലുവിളിക്കുന്ന ദേശമാണ് ഗദരയുടെ പ്രാന്തപ്രദേശങ്ങൾ. നോക്കണമേ, അഭിഷേകമുള്ള തിശ്ബ്യനായ ഏലിയാവ് ആ ദേശത്തിന്റെ മേൽ കാല് ചവിട്ടിയപ്പോൾ അവിടെയുള്ള അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാരും രാജ അധികാരങ്ങളും ഒക്കെ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് അഭിഷിക്തനെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവകുലത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ യാഗകർമ്മങ്ങളൊക്കെ ചെയ്ത് അവരുടെ ദേവനെ വരുത്തുവാൻ, വരുതിയിൽ കൊണ്ടുവരുവാൻ, അഭിഷേകമുള്ളവനെ ഉച്ചാടനം ചെയ്ത് ഒതുക്കുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏലിയ ഒറ്റയ്ക്ക് നിന്ന്, സ്തോത്രം, അവർക്ക് അവസരങ്ങൾ കൊടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് നിന്ന് ക്രമീകരിക്കേണ്ട യാഗപീഠങ്ങൾ ക്രമീകരിച്ച്, അടുക്കേണ്ട 12 കല്ലുകൾ അടുക്കി വെച്ച്, അതിന് തോട് കീറി, അതിൽ അർപ്പിക്കേണ്ട വിറകുകൾ കീറി അടുക്കി, സ്തോത്രം, അതിൽ അർപ്പണം ചെയ്യേണ്ട വിത്തുകൾ തോട് കീറി, സ്തോത്രം, അതിനകത്തെല്ലാം വിതറി, സ്തോത്രം, അർപ്പിക്കേണ്ട യാഗവസ്തുവിനെ അതിന്റെ മേൽ വെച്ചിട്ട് 1 2 3 തൊട്ടി വെള്ളം യാഗവസ്തുവിൽ ഒഴിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ, ഈ അന്ധകാര ശക്തികൾ കാണുക, ഞങ്ങളെ തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുന്ന ഈ ആഭിചാര ശക്തികൾ കാണുക, നീ തന്നെ ദൈവമെന്നറിയേണ്ടതിന് നിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു ഒറ്റ പ്രാർത്ഥനയെങ്കിൽ സ്വർഗത്തിലെ തീയിറങ്ങി യാഗപീഠത്തെ കത്തിച്ചു, യാഗവസ്തുവിനെ ദഹിപ്പിച്ചു, മണ്ണിനെ പോലും ദഹിപ്പിച്ചു എന്ന് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മേൽ കുടിയിരിക്കുന്ന ആധിപത്യങ്ങളെ, നമ്മൾ വെച്ചിരിക്കുന്ന വീട്, അത് ഇന്ന ദോഷമാണോ, ഇല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയെങ്കിലും തീ അയക്കാൻ വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വചനത്തിലേക്ക് പെട്ടെന്ന് ഓടി മടങ്ങി വരുവാൻ ഞാൻ യേശുവിൽ ആഗ്രഹിക്കുന്നു. സമയം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഗദരദേശം, ഹല്ലേലൂയ. നോക്കിക്കേ, ആ ഗദരദേശം പട്ടണമാ. പണ്ടത്തെ പ്രാചീന കാലത്തെ പ്രശസ്തമായ പട്ടണങ്ങളിൽ ഒന്ന് ഗദര എന്ന് പറയുന്നത്. ആ ഗദരദേശത്ത് യേശു കർത്താവ് കാല് ചവിട്ടിയ ഉടനെ നോക്കിക്കേ, ദൈവം തമ്പുരാന്റെ കാല് പതിഞ്ഞ ഉടനെ ദൈവത്തിന്റെ മക്കൾ അവകാശമായി കൊടുത്ത ദേശത്ത് കയറത്തില്ലെന്ന് ഒരു കാലഘട്ടത്തിൽ പിശാച് വാദിച്ചത്. 2, സ്തോത്രം, ഈ ദേശത്ത് ഒരിക്കലും മറ്റൊരു ശക്തി വാഴത്തില്ലെന്ന് വെല്ലുവിളിച്ച് 850 പ്രവാചകന്മാരും അതിന്റെ ശക്തിയും കുടിയിരിക്കുന്ന ദേശത്ത് സാക്ഷാൽ സ്തോത്രം, ദൈവമായവൻ കാല് ചവിട്ടിയപ്പോൾ ആ ദേശത്ത് കുടിയിരിപ്പിന്റെ ശക്തികൾ ആവാഹിച്ച ഒരു യൗവനക്കാരൻ, ഭൂതബാധിതനായ ഒരു യൗവനക്കാരൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. സ്തോത്രം. ഈ വചനം വായിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ കാറ്റും കോളും ഒക്കെ കൊണ്ട് ഇത്രയും പ്രശ്ന സങ്കീർണമായ അവസരത്തിലൂടെ നീ ഗദരദേശത്ത് ഈ പൂതം പിടിച്ചവനെ എന്തിനാ കർത്താവെ കാണാൻ പോയത്? അതിന്റെ ആവശ്യകത അങ്ങേക്കുണ്ടോ? അങ്ങ് പട്ടണത്തിൽ നിന്നായിരുന്നെങ്കിൽ എത്ര പേരെ സൗഖ്യമാക്കുമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. എന്തിനാ അങ്ങ് ഇത്രയും പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട്
ഹല്ലേലൂയ. ഈ പട്ടണത്തിലേക്ക് പോയത് എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞത്, കുഞ്ഞെ ഹല്ലേലൂയ, നിനക്ക് അവിടെ ആരെ കാണാൻ കഴിയുന്ന? കർത്താവ്, ഞാൻ പറഞ്ഞ കർത്താവേ, വസ്ത്രം ധരിക്കാതെ തന്നെത്താനെ മുറിവേൽപ്പിച്ചിട്ട് അവനെ ബന്ധിക്കാൻ അനവധി പ്രിയപ്പെട്ടവർ ശ്രമിച്ചിട്ടും അവനെ ആർക്കും ബന്ധിക്കാൻ കഴിയാതെ ചങ്ങലകൾ ഉരുമിയൊടിച്ച് ദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച് ആകെ വിനാശം വരുത്തുന്ന ഒരു മാനസിക രോഗിയെ, ഒരു ഭ്രാന്തനെയാണ് ഞാൻ കാണുന്നത്. എന്റെ തമ്പുരാൻ എന്നോട് ചോദിച്ചു, കുഞ്ഞെ, നീ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? എന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഈ ബൈബിളിൽ അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ യേശു തമ്പുരാനുമായിട്ട്, ഈ വചനമായിട്ട് ഞാൻ ഇരുന്നപ്പോ എന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ വരാം. ഹല്ലേലൂയ. തമ്പുരാൻ എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ഈ ദേശത്ത് പണ്ട് ഹീരാം രാജാവ് ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി സരള മരങ്ങളും ദേവദാരുക്കളും ഒക്കെ പ്രദാനം ചെയ്ത സോർ എന്ന് പറയുന്ന ദേശം ഈ ഗദരക്കടുത്ത, കുഞ്ഞെ, ഇവിടെ നിന്ന് ദേവ ആലയത്തിനു വേണ്ടിയുള്ള സ്തോത്രം എല്ലാവിധമായ വസ്തുക്കൾ ആ കാലഘട്ടത്തിലെ ജാതീയനായ ഹീരാം തന്നത് അവനെ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞെ, തീർന്നില്ല. സ്തോത്രം. മാനസിക രോഗിയായ അവന്റെ വീട്ടിലോട്ട് നീ ഒന്ന് പോയായിരുന്നു എന്ന് ചോദിച്ചു. തമ്പുരാനെ ഹല്ലേലൂയ ഒരു ക്ഷണത്തിൽ അവന്റെ ഭവനത്തിനകത്തേക്കൊന്ന് കൊണ്ടുപോയി. സ്തോത്രം. ആത്മാവിൽ ഞാൻ അറിയുന്നത്, അവന് വേണ്ടി രാപ്പകൽ കണ്ണുനീരോടെ വിലപിക്കുന്ന ഒരു അമ്മയെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് പുറത്തിറങ്ങുവാൻ ബുദ്ധിമുട്ട്. കാരണം ആളുകൾ പറയുന്നു, നോക്കിക്കേ, ശവക്കല്ലറയിൽ കിടക്കുന്ന ഒരു ഭ്രാന്തന്റെ അമ്മ സ്തോത്ര സഹോദരിമാരുണ്ടായിരിക്കാം. സഹോദരിമാർക്ക് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ പുച്ഛം പറയുന്നുണ്ട്. നോക്കിക്കേ, പട്ടണത്തിൽ അന്തസ്സായിട്ട് താമസിക്കേണ്ട കുടുംബമായിരുന്നു. ഈ കുടുംബത്തിനകത്തുനിന്ന് ഒരു ഭ്രാന്തൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവം ഞാൻ പറയുന്നു, ഞാൻ മറ്റൊരു മെസ്സേജ് ക്രമീകരിപ്പാൻ യേശുവിൽ ആഗ്രഹിച്ചത്, എന്നാൽ ഇന്ന് രാത്രിയിൽ വചനത്തിൽ കൂടെ കൊണ്ടുപോയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടും പല ഹോസ്പിറ്റലുകൾ കാണിച്ചിട്ടും വിഷയങ്ങൾക്ക് പരിഹാരം വരാതെ പലരുടെ നിന്നയും പരിഹാസം ഏറ്റുകൊണ്ട് എന്തുകൊണ്ട് എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുർഗതി വന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ചില മാതാക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊരു മറുപടി നൽകി തരുവാൻ എന്റെ യേശു ഈ വചനപ്രകാരം വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മളവിടെ ഒറ്റ മനുഷ്യനായ ഏകനായിരിക്കുന്ന മാനസിക വിഭ്രാന്തി പിടിച്ചവനെ മാത്രമേ നമുക്ക് അവിടെ കാണുവാൻ കഴിയൂ. അവന്റെ കുടുംബത്തിനകത്തെ നിലവിളിയും കൂട്ടുകാരുടെ സഹതാപവും സഹോദരങ്ങളുടെ വിലാപവും ഒക്കെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മെ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇന്നു രാത്രിയിൽ ഇതിനകത്തിരുന്ന് മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോ നോക്കി പറയുന്നു, അതെ സ്തോത്രം, മാനസികമായിട്ട് പോലും വലിയ ബന്ധുത കാണിക്കാതെ, എന്നാൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചില വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഈ വചനത്തിൽ കൂടി ഒരു മറുപടി സ്വർഗം വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് അവൻ സ്തോത്രം ഓടി വരികയാ. പട്ടണത്തിൽ പാർത്തവനാ, എന്നാൽ ഈ മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ട് ഇവനെ പലപ്പോഴും ശവക്കല്ലറയിലേക്ക് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന ഇടത്തേക്കാ ഇവനെ ഓടിക്കുന്നത്. ഹല്ലേലൂയ. ഇവന് വനത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ ഈ ഇരുളിന്റെ ശക്തി ഭൂതം സമ്മതിക്കുകയില്ല. പല വിധത്തിൽ ഇവനെ ദണ്ണിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഏത് വിഷയത്തിനാണോ നാം കൂടുതൽ പ്രാധാന്യത കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തിരുവെഴുത്തുകളിൽ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ അരികിൽ വന്ന് യേശുവിന്റെ പാദത്തിങ്കിലേക്ക് ഈ ഭൂതഗ്രസ്തൻ വീഴുന്നതാ. സ്തോത്രം. കർത്താവ് സ്തോത്രം അവന്റെ മേലുള്ള ഭൂതത്തെ മുന്നമേ ശാസിച്ചിരുന്നുവെന്ന് തിരുവെഴുത്തുകളിൽ പറയുന്നു. അപ്പൊ കാറ്റും കോളും ഉണ്ടാകാനുള്ള കാരണം ചിലയിടങ്ങളിൽ ഭൂതങ്ങൾ കീഴടങ്ങുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇത് എന്നോടുള്ള ദൂതുമായിട്ട് ഞാൻ ഏറ്റെടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ
സ്തോത്രം ജീവിതത്തിനകത്ത് കാണുവാനായിട്ട് കഴിഞ്ഞ് പറയുന്നത് പോലെ ഒരുപാട് ശുശ്രൂഷകൾ, ഒരുപാട് ഭൂതങ്ങൾ ഇളകിപ്പോകുന്നത് ആത്മാവിൽ കാണുവാൻ ആമേൻ സ്തോത്രം അവസരം ഒരുക്കിയിട്ടുണ്ട്. ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ ഒന്ന് ആമേൻ സ്തോത്രം ഇളകി മാറിക്കഴിയുമ്പോൾ പിന്നെ അടുത്തത്. ഞാൻ ഒരു ചിറ്റാറുന്ന ഭാഗത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പം മുസ്ലിം സമുദായത്തിലുള്ള ഒരു സഹോദരിയെ 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗിനിടയിൽ ഒരു ഭൂതം ഇളകി ദൈവാത്മാവതിനെ ശാസിച്ച് അഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ സമീപത്തുള്ള ഒരു മുസ്ലിം സഹോദരിയെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ചിറ്റാർ AG സഭയില സ്തോത്രം, ചിറ്റാർ ടൗണിൽ ഉള്ള AG സഭയില സ്തോത്രം പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുടി അഴിച്ചിട്ട് പറഞ്ഞു ജിന്നാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്ത് സാധാരണക്കാർക്കൊക്കെ ഒരു ചെറിയ ഭയപ്പാടുണ്ട്. സ്തോത്രം 4-ാം വേദന ഏതാ വലിയ കെട്ടാണ്, കാര്യങ്ങളാണെന്ന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ മിടുകൊണ്ടൊന്നും അല്ലെന്നേ. തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. സ്വർഗം ചെയ്യേണ്ടതിന് സ്വർഗം ചെയ്തിരിക്കും. പട്ടണത്തിൽ പാർപ്പിക്കേണ്ടവനെ കാടുകളിലേക്ക് ഭൂതങ്ങൾ അകറ്റി നിർത്തിയാലും സ്വർഗത്തിലെ തമ്പുരാന്റെ പാദം പതിഞ്ഞപ്പോൾ അവിടെ കുടിയിരുന്ന സകല വാഴ്ചകളും ശക്തികളും കീഴ്പ്പെട്ട് തമ്പുരാന്റെ മുമ്പാകെ അവൻ പോയി വീഴുവാനിടയായി. അവൻ സുബോധമുള്ളവനായി നല്ല വസ്ത്രം ധരിച്ച് തമ്പുരാന്റെ കൂടെ നടന്നു വന്ന തിരുവെഴുത്തുകൾ വായിക്കും. നോക്കിക്കേ, ദക്കപ്പുലി ദേശത്ത് ഹല്ലേലൂയ പട്ടണങ്ങൾ തോറും അവൻ യേശുവിനെ പ്രകീർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനായി ആ മാനസിക രോഗിയെ സ്വർഗത്തിൽ ദൈവം വാർത്തെടുക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഭാരപ്പെടുന്ന, നമ്മളെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന സകല വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ കരം ആമൻ ചലിക്കും എന്നതിന് 2 തർക്കവുമില്ല. തിരുവെഴുത്തുകളിൽ നമ്മൾ അടുത്ത ഭാഗത്ത് ചിന്തിക്കുമ്പോൾ യായിറോസിന്റെ കുഞ്ഞുമകൾ സ്തോത്രം മരണാസന്നയായി കിടക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. യേശുവിന്റെ ഒരു വാക്ക് ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് ആമൻ പുനർജീവൻ നൽകി. സ്തോത്രം. 12 വർഷമായി രക്തം വമിച്ച് പല ഡോക്ടർമാരും കണ്ടിട്ടും ആമേൻ ആരാലും സൗഖ്യമാകാത്തവളെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൂടെ വെളിപ്പെട്ട ശക്തി ആമേൻ സൗഖ്യം പകർന്നു നൽകിയെന്ന് ഈ വചനം ഉറപ്പു നൽകുന്നെങ്കിൽ ഈ വചനത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും എല്ലാ ആത്മീയ ഭൗതിക നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ പ്രയർ ഗ്രൂപ്പിൽ പങ്കെടുത്ത എല്ലാ മക്കളിലും ഒരുപോലെ ഉണ്ടാകട്ടെ. പ്രത്യേക ശുശ്രൂഷകന്മാർ അതിശക്തിയോടെ കർത്താവിന് വേണ്ടി അധികം കൃപാവരങ്ങളോടെ പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ. അതിന് ഈ പ്രയർ ഗ്രൂപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെന്നിസ് ബ്രദറിനും സഹോദരിക്കും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവ് ശക്തിയും ബലവും ചൈതന്യവും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഒരു വാക്കിനാൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടും ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഈ പ്രയർ ഗ്രൂപ്പിനെ കർത്താവെ എല്ലാ നിലവാരത്തിലും സ്വർഗം അനുഗ്രഹിക്കണമേ. ഉത്തരോത്തരം ഇത് പുരോഗമനം പ്രാപിച്ച് അനവധി പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി ആശ്വാസമായി ബലമായി സൗഖ്യമായി നന്മയായി മാറുവാൻ സ്വർഗത്തെ ദൈവം ഇടയാക്കണമേ എന്ന് അടിയൻ അവിടുത്തോട് ആരെങ്കിലും ശാരീരിക ബലഹീനതയിലോ ക്ഷീണങ്ങളിലോ രോഗങ്ങളിലോ അയക്കുന്നുവെങ്കിൽ തൃക്കരങ്ങൾക്ക് തൊട്ട് അത്ഭുത സൗഖ്യങ്ങൾ പകരണം. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ തുടർമാനമായി പകർന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നൊപ്പം അടിനെ അനുഗ്രഹിപ്പാൻ തിരുമേനി കാണിച്ച ദയക്ക് നന്ദി. ശുശ്രൂഷിപ്പാൻ കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവസരമൊരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത്, പ്രത്യേക നമ്മുടെ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഷാലോം മിഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. കോന്നി മെഡിക്കൽ കോളേജിന് സമീപമായിട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയത്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. പ്രാർത്ഥനയിൽ ഓർക്കുക. പുതിയ കുടുംബങ്ങൾ കടന്നു വരണം, ദൈവപ്രവർത്തികൾ വെളിപ്പെടണം, അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവിന്റെ മഹത്വം സഭയ്ക്കകത്ത് ഉരുവാകേണ്ടത് എല്ലാ വിലപ്പെട്ട ദൈവമക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയെ സാദരം ചോദിച്ചുകൊണ്ട് അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ വിനിത സിസ്റ്റർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.